വിവാഹത്തിന് മുൻപുള്ള അനുപമയെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിറകുകളുള്ള ഒരു ചിത്രശലഭത്തെയാണ് മനസ്സിൽ വരുന്നത്. കോളേജ് ക്യാമ്പസിലെ ആൽമരച്ചുവട്ടിലും ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിലും കൂട്ടുകാരുടെ തമാശകൾക്കിടയിലും പാറി നടന്ന ഒരു പെൺകുട്ടി. ഡിഗ്രിക്ക് മലയാള സാഹിത്യം ഐച്ഛികമായി എടുത്തത് വെറുമൊരു കോഴ്സ് പൂർത്തിയാക്കാനായിരുന്നില്ല. അക്ഷരങ്ങളെയും കഥകളെയും അവൾ അത്രയേറെ സ്നേഹിച്ചിരുന്നു. എംഎയ്ക്ക് ചേർന്ന് പിന്നീടൊരു കോളേജ് അധ്യാപികയാവുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. പഠനത്തിനൊപ്പം ടൗണിലെ ചെറിയൊരു ബുക്ക് സ്റ്റാളിൽ അവൾ പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്നു. അവിടെ വരുന്ന പുതിയ പുസ്തകങ്ങളുടെ ഗന്ധം ശ്വസിക്കാനും പുസ്തകങ്ങൾ തേടിവരുന്ന അപരിചിതരുമായി സാഹിത്യം സംസാരിക്കാനും അവൾക്കിഷ്ടമായിരുന്നു. ആ ചെറിയ വരുമാനം കൊണ്ട് അവൾ കൂട്ടുകാരികൾക്ക് സർപ്രൈസ് ട്രീറ്റുകൾ നൽകി തനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെ ചെറിയ സന്തോഷങ്ങൾ അറിഞ്ഞു. അവളുടെ ലോകം ചെറുതായിരുന്നു, പക്ഷേ സന്തോഷം നിറഞ്ഞതായിരുന്നു. അച്ഛനും അമ്മയും അവളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിന്നിരുന്നില്ല. പഠിച്ചു നല്ലൊരു നിലയിലെത്തണം മോളെ എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. കൂട്ടുകാരിൽ ഏറ്റവും അടുപ്പം ലക്ഷ്മിയോടായിരുന്നു, അനുപമയുടെ എല്ലാ രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരി. അവരുടെ സൗഹൃദം കോളേജിൽ എല്ലാവർക്കും അസൂയയായിരുന്നു. ചുരുക്കത്തിൽ അനുപമയുടെ ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു പുലർക്കാലം പോലെയായിരുന്നു. ആകാശത്ത് ഇരുൾ വീഴാൻ തുടങ്ങുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. അധ്യായം 2. രാജകുമാരന്റെ വരവ്. രാജീവിനെ അവൾ ആദ്യമായി കാണുന്നത് ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ വെച്ചാണ്. തിരക്കിനിടയിലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു പ്രഭാവം അയാൾക്കുണ്ടായിരുന്നു. ഉയർന്ന ജോലി, ആകർഷകമായ പെരുമാറ്റം, സംസാരത്തിലെ ആത്മവിശ്വാസം. അയാൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അനുപമയുടെ ഹൃദയം പെരുമ്പറകൊട്ടി. അയാൾ അവളോട് സംസാരിക്കാൻ ഒരവസരം കണ്ടെത്തി. സാഹിത്യം പഠിക്കുന്ന കുട്ടിയാണല്ലേ? കാണുമ്പോൾ തന്നെ ഒരു ടീച്ചർ ലുക്കുണ്ട്. ആദ്യത്തെ സംഭാഷണത്തിൽ തന്നെ അവൻ അവളെ പുകഴ്ത്തൽ കൊണ്ട് മൂടി. അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. എംഎ കഴിഞ്ഞ് ടീച്ചറാവണം എന്നാണാഗ്രഹം അവൾ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. തീർച്ചയായും, അനുവിനെപ്പോലൊരാൾ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് എന്ത് ഭാഗ്യമായിരിക്കും. അന്നുമുതൽ അവരുടെ സംസാരം ഫോൺ വിളികളിലേക്ക് വളർന്നു. രാജീവ് ഒരു മാന്ത്രികനെപ്പോലെയായിരുന്നു. അനുപമയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവൻ വാചാലനായി. അവളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും പർവ്വതീകരിച്ചഭിനന്ദിച്ചു. അവൾക്കു വേണ്ടി എത്ര വേണമെങ്കിലും കാത്തിരിക്കാമെന്നും അവളുടെ പഠിത്തം പൂർത്തിയാക്കുന്നതിന് താനൊരു തടസ്സമാകില്ലെന്നും അവൻ ഉറപ്പു നൽകി. അനുപമയുടെ ലോകം അവനിലേക്ക് ചുരുങ്ങുകയായിരുന്നു. സ്നേഹവും പരിഗണനയും കൊണ്ട് അവൻ തീർത്ത വലയ്ക്കുള്ളിലാണ് താനെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. അധ്യായം 3. ചുവപ്പ് സിഗ്നലുകൾ. പ്രണയത്തിന്റെ മധുരം നുണഞ്ഞിറക്കുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ രാജീവിന്റെ സ്വഭാവത്തിലെ പൊരുത്തക്കേടുകൾ അവളെ അലോസരപ്പെടുത്തി. ഒരിക്കൽ കോളേജിലെ ഒരു പരിപാടിയുടെ ഭാഗമായി അവൾ പഴയ സഹപാഠിയായ വിനോദിനോട് സംസാരിച്ചു നിൽക്കുന്നത് രാജീവ് ദൂരെ നിന്ന് കണ്ടു. അന്ന് രാത്രി ഫോൺ വിളിച്ചപ്പോൾ അവന്റെ ശബ്ദത്തിന് കനം വെച്ചിരുന്നു. ആരായിരുന്നു അത്? എന്തായിരുന്നു അത്ര വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ? അവന്റെ ചോദ്യത്തിലെ അധികാരധ്വനി അവളെ ചെറുതായി ഭയപ്പെടുത്തി. അത് വിനോദ്, എന്റെ പഴയ ക്ലാസ്മേറ്റാണ്. പ്രോഗ്രാമിന്റെ കാര്യം സംസാരിച്ചതാ, അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. എനിക്കിഷ്ടമില്ല നീ അന്യ ആണുങ്ങളോട് അങ്ങനെയടുത്ത് സംസാരിക്കുന്നത്. നിന്നെ ആരെങ്കിലും മുതലെടുത്താലോ എന്ന് പേടിച്ചിട്ടാ, അവൻ സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ കരുതൽ അവളെ നിശബ്ദയാക്കി. അത് അവന്റെ സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് അവൾ സ്വയം വിശ്വസിപ്പിച്ചു. മറ്റൊരു ദിവസം അവൾ കൂട്ടുകാരികളോടൊപ്പം ഒരു സിനിമയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ വിളിച്ചു. എന്റെ അനു, എന്തിനാ ഈ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നത്? നിനക്ക് ഞാനില്ലേ, നമുക്കൊരുമിച്ചു പോകാം. അവന്റെ വാക്കുകളിൽ അവൾക്ക് വേണ്ടിയുള്ള ലോകം അവൻ മാത്രമാണെന്നൊരു ധ്വനിയുണ്ടായിരുന്നു. പതിയെ പതിയെ അവളറിയാതെ അവൻ അവളുടെ സൗഹൃദ വലയങ്ങൾക്കു ചുറ്റും ഒരു മതിൽ പണിയുകയായിരുന്നു. അധ്യായം 4. സ്വർണ്ണക്കൂട്. വീട്ടുകാരുടെ സമ്മതത്തോടെ അവരുടെ വിവാഹം ആഘോഷമായി നടന്നു. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ ഒരു സ്വപ്നം പോലെയായിരുന്നു. അവൻ അവളെ രാജ്ഞിയെപ്പോലെയാണ് നോക്കിയത്. എന്നാൽ പതിയെ പതിയെ സൂക്ഷ്മമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അനു, ഈ സാരി നിനക്കത്ര ചേരുന്നില്ല. കുറച്ചുകൂടി നിറമുള്ളത് ഉടുക്കാമായിരുന്നു. ഒരു ദിവസം പുറത്തു പോകാൻ നേരം അവൻ പറഞ്ഞു. അതൊരു അഭിപ്രായം മാത്രമായിരുന്നില്ല, ഒരു തിരുത്തലായിരുന്നു. നീ ഉണ്ടാക്കുന്ന ചായയ്ക്ക് പണ്ടത്തെ രുചിയില്ല. മറ്റൊരിക്കൽ അവൻ പറഞ്ഞു.
ഓരോ കുറ്റപ്പെടുത്തലുകളും തമാശയുടെ രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചത്. ഒരു ദിവസം രാത്രി അവൻ വളരെ കാര്യമായി സംസാരിച്ചു. അനു, നീ എന്തിനാ ഈ ബുക്ക് സ്റ്റാളിൽ പോയി കഷ്ടപ്പെടുന്നത്? നിനക്ക് എന്തു വേണമെങ്കിലും വാങ്ങിത്തരാൻ ഞാനില്ലേ? എന്റെ ഭാര്യ വെറും ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് എനിക്കൊരു കുറച്ചിലാണ്. നീ ആ ജോലി അങ്ങ് നിർത്ത്. അവളുടെ നെഞ്ചിലൊരു കല്ല് വീണതുപോലെ തോന്നി. രാജീവ്, അത് എനിക്കിഷ്ടമുള്ള ജോലിയാണ്. പ്ലീസ് മോളെ, എനിക്ക് വേണ്ടിയെങ്കിലും. നീ വീട്ടിലിരുന്ന് റാണിയായിട്ട് വാണാൽ മതി. അവന്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിനു മുന്നിൽ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവിന്റെ സന്തോഷത്തിനു വേണ്ടി അവൾ ആ ജോലി ഉപേക്ഷിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അവളുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ ഓരോന്നായി അവൻ അരിയാൻ തുടങ്ങുകയായിരുന്നു. അധ്യായം 5. ആദ്യത്തെ മുറിവ്. അവൾ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ രാജീവിന്റെ സ്വഭാവം കൂടുതൽ മാറി. ഒരു ഞായറാഴ്ച അവൻ പ്രതീക്ഷിച്ച സമയത്ത് ഭക്ഷണം തയ്യാറാവാത്തതിന് അവൻ പൊട്ടിത്തെറിച്ചു. നിനക്ക് ദിവസം മുഴുവൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഇതാണോ പണി? സമയത്തിനൊരു നേരത്തെ ഭക്ഷണം വെച്ചുണ്ടാക്കാൻ അറിയില്ലേ നിനക്ക്? അവന്റെ അപ്രതീക്ഷിതമായ ഭാവമാറ്റത്തിൽ അവൾ സ്തബ്ധയായിപ്പോയി. ഞാൻ അമ്മയെ ഫോൺ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അമ്മയും മോളും കൂടി സൊള്ളിയിരുന്നാൽ മതിയോ? ഇവിടെ വിശന്നിരിക്കുന്ന മനുഷ്യനെ കാണണ്ടേ? അവൻ അലറി. വാക്കുകൾക്ക് കഠാരയുടെ മൂർച്ചയുണ്ടായിരുന്നു. അവൾ മറുപടി പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ നേരെ പാഞ്ഞെടുത്തു. അടങ്ങിയിരിക്കു നീ എന്നലറിക്കൊണ്ട് അവൻ അവളെ ചുമരിലേക്ക് തള്ളി. അവളുടെ തല ചുമരിലിടിച്ച് വേദനിച്ചതിനേക്കാൾ അവളുടെ ഹൃദയം നുറുങ്ങിപ്പോയിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൻ തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ മനുഷ്യൻ ഇങ്ങനെയൊരു മൃഗമായി മാറുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ നിലത്തിരുന്ന് കരയുമ്പോൾ കുറച്ചു കഴിഞ്ഞ് അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സോറി മോളെ, സോറി. ഓഫീസിലെ ടെൻഷൻ കാരണം എന്നോട് ക്ഷമിക്കേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ടാ. അവൻ അവളുടെ കൈകളിൽ പിടിച്ചു കരഞ്ഞു. ആ കണ്ണുനീരിൽ, ആ ക്ഷമാപണത്തിൽ അവൾ വീണ്ടും മയങ്ങി. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ സ്വർണ്ണക്കൂടിന്റെ വാതിലുകൾ അടയുകയാണെന്നും അതിനുള്ളിലെ ഇരുട്ട് കനക്കുകയാണെന്നും അവൾ അറിഞ്ഞില്ല. പീഡനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു നീണ്ട അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ആദ്യത്തെ അടിക്ക് ശേഷമുള്ള രാജീവിന്റെ കണ്ണുനീരും ക്ഷമാപണവും ആത്മാർത്ഥതയുള്ളതാണെന്ന് അനുപമ വിശ്വസിച്ചു. എന്നാൽ ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിൽ വേരിറങ്ങുന്ന മാനസിക പീഡനത്തിന്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. രാജീവ് അവളെ അടിക്കുന്നത് നിർത്തി. പക്ഷേ അതിനേക്കാൾ ഭീകരമായ ആയുധങ്ങൾ അവൻ പ്രയോഗിച്ചു തുടങ്ങി. ഒരു രാത്രി മുൻപ് നടന്ന വഴക്കിനെക്കുറിച്ച് അവൾ വേദനയോടെ സംസാരിക്കാൻ ശ്രമിച്ചു. രാജീവ് അന്ന് എന്നെ തള്ളിയത്. വാചകം പൂർത്തിയാക്കുന്നതിനു മുൻപ് അവൻ ശാന്തമായി അവളെ നോക്കി. തള്ളിയെന്നോ? ഞാൻ നിന്നെ എപ്പോൾ തള്ളി? നിനക്ക് വട്ടാണോ അനു? ഞാൻ നിന്നെ സ്നേഹത്തോടെ പിടിച്ചുമാറ്റുകയാണുണ്ടായത്. നിന്റെ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അവന്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു. അവൾ ഞെട്ടിപ്പോയി. അല്ല രാജീവ്, എന്റെ തല ചുമരിലിടിച്ചു. എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അവൻ സഹതാപത്തോടെ ചിരിച്ചു. എന്റെ പൊന്നെ, നീ വെറുതെ ഓരോന്ന് ഭാവനയിൽ കാണുന്നതാണ്. ഓഫീസിലെ സ്ട്രെസ് കാരണം ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചുകൂട്ടി സ്വയം വിഷമിക്കുകയാണ്. ഇത്തരം സംഭാഷണങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞ മോശം വാക്കുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് കേട്ടതിൽ പിശകുപറ്റിയതാവും എന്നവൻ നിസ്സാരമായി പറയും. പതിയെ പതിയെ അനുപമയ്ക്ക് അവളെ തന്നെ സംശയമായി തുടങ്ങി. ഒരുപക്ഷേ തനിക്ക് ഭ്രാന്തായിരിക്കുമോ? തന്റെ ഓർമ്മകൾ ശരിയല്ലേ? അവൻ അവളെ അവളുടെ ചിന്തകളുടെയും ഓർമ്മകളുടെയും ഒരു തടവറയിൽ അടച്ചിടുകയായിരുന്നു. അവളെ മാനസികമായി തളർത്തുന്നതിൻ്റെ അടുത്ത പടി അവളെ തന്നെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുക എന്നതായിരുന്നു. വീട്ടിലെ ഓരോ പ്രശ്നത്തിനും കാരണം അവളാണെന്ന് അവൻ സ്ഥാപിച്ചു. ഒരിക്കൽ ഓഫീസിൽ നിന്നും വന്നത് കടുത്ത ദേഷ്യത്തിലായിരുന്നു. വന്നപാടെ കയ്യിലിരുന്ന ഫയൽ നിലത്തെറിഞ്ഞു. എന്താ രാജീവ്, എന്തുപറ്റി? അവൾ ഭയത്തോടെ ചോദിച്ചു. എല്ലാം നീയൊരാൾ കാരണമാണ്, അവൻ അലറി. നിന്റെ ഒരുക്കം കണ്ടിട്ടാണ് രാവിലെ എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങാൻ വൈകിയത്. അതുകൊണ്ട് ബോസിന്റെ ചീത്ത മുഴുവൻ എനിക്ക് കേൾക്കേണ്ടി വന്നു. എന്റെ പ്രൊമോഷൻ വരെ ചിലപ്പോൾ പോകും. എല്ലാം നിന്റെ പിടിപ്പുകേടുകൊണ്ടാണ്.
അവൾ രാവിലെ കൃത്യസമയത്ത് തന്നെ അവന് വേണ്ടതെല്ലാം തയ്യാറാക്കിയിരുന്നു. പക്ഷേ അവന്റെ ദേഷ്യത്തിനു മുന്നിൽ അതൊന്നും പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒരു നല്ല ഭാര്യയായിരുന്നെങ്കിൽ എന്റെ ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. ഭർത്താവിന് സമാധാനത്തോടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുമായിരുന്നു. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവൻ പുലമ്പി. ഓരോ വാക്കും അവളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു. അവന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണം താനാണെങ്കിൽ അവന്റെ ദേഷ്യത്തിനും പരാജയത്തിനും കാരണം താൻ തന്നെയായിരിക്കുമെന്ന് അവൾ വിശ്വസിക്കാൻ തുടങ്ങി. അവൾ കൂടുതൽ ഒതുങ്ങിക്കൂടി അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു പാവയായി മാറി. അനുപമയുടെ ലോകം അവൻ പൂർണ്ണമായും കീഴടക്കി. അവളുടെ ഫോൺ എപ്പോഴും അവന്റെ നിരീക്ഷണത്തിലായിരുന്നു. അവൾ അറിയാതെ അവൻ അവളുടെ കോൾ ലിസ്റ്റും മെസ്സേജുകളും പരിശോധിച്ചു. ഒരു ദിവസം രാവിലെ അവളുടെ പഴയ കോളേജ് കൂട്ടുകാരി ലക്ഷ്മിയുടെ നമ്പർ ഫോണിൽ കാണാനില്ലായിരുന്നു. രാജീവ്, ലക്ഷ്മിയുടെ നമ്പർ കാണുന്നില്ല, അവൾ ചോദിച്ചു. ഓ, അത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. അവളുമായിട്ട് അത്രയ്ക്ക് കൂട്ടുകൂടേണ്ട. അവളുടെ സ്വഭാവം അത്ര ശരിയല്ല. നിന്നെയും കൂടി ചീത്തയാക്കും, അവൻ ലാഘവത്തോടെ പറഞ്ഞു. അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നത് അവൻ നിയന്ത്രിച്ചു. എന്തിനാ എപ്പോഴും നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്? അവർക്ക് അവരുടേതായ തിരക്കുകളില്ലേ? നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കണം. അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും വിളിച്ചാൽ അവൻ ഫോണെടുത്ത് അവൾ തിരക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അവൾ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു ദ്വീപിൽ അകപ്പെട്ടതുപോലെയായി. ജനലിലൂടെ കാണുന്ന ലോകം പോലും അന്യമായി തോന്നി. രാജീവ് മാത്രമായിരുന്നു അവളുടെ ലോകം. അവന്റെ സ്നേഹവും ദേഷ്യവും മാത്രമായിരുന്നു അവളുടെ ദിനങ്ങളെ നിർണയിച്ചത്. അവൾ പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം രാജീവ് ഓഫീസിൽ പോയ തക്കം നോക്കി അവൾ ഒരു തീരുമാനമെടുത്തു. ഇനിയും ഈ നരകത്തിൽ ജീവിക്കാൻ വയ്യ. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഒരു ബാഗ് എടുത്തു. അതിൽ 2 ജോഡി വസ്ത്രങ്ങൾ, അവളുടെ സർട്ടിഫിക്കറ്റുകൾ, അച്ഛൻ തന്ന കുറച്ചു പണം എന്നിവ വെച്ചു. ഹൃദയം പെരുമ്പറ പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷവും അവൻ തിരിച്ചുവരുമോ എന്ന് ഭയന്നു. അവൾ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് അവളെ തഴുകിയപ്പോൾ ഒരു നിമിഷം അവൾക്ക് ആശ്വാസം തോന്നി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് ഭാരം വെച്ചതുപോലെ. ഓരോ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴും അവൾ തിരിഞ്ഞുനോക്കി. തന്റെ വീട്ടിലേക്ക്, അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക്. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അവിടെ എത്തിയാൽ താൻ സുരക്ഷിതയായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ബസ് സ്റ്റോപ്പിലെത്തി സ്വന്തം ഊരിലേക്കുള്ള ബസ്സിനായി അവൾ കാത്തുനിന്നു. അവൾ ബസ്സിൽ കയറി സീറ്റിലിരുന്ന് കണ്ണടച്ചതേയുള്ളൂ. പെട്ടെന്ന് തൊട്ടുമുന്നിൽ ഒരു കാർ വന്ന് ബസ്സിന് കുറുകെ നിർത്തി. അതിൽ നിന്നും ഇറങ്ങിവരുന്ന രാജീവിനെ കണ്ട് അവളുടെ രക്തം തണുത്തുറഞ്ഞുപോയി. അവന്റെ കണ്ണുകളിൽ കൊലയാളിയുടെ ക്രൗര്യമുണ്ടായിരുന്നു. അവൻ ബസ്സിലേക്ക് പാഞ്ഞുകയറി അവളുടെ കയ്യിൽ പിടിച്ചുവലിച്ചു. ഇറങ്ങി വാടി. യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നോക്കി നിന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ആരോ പിറുപിറുത്തു. അവൻ അവളെ കാറിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടിലേക്കുള്ള യാത്രയിൽ അവനൊന്നും സംസാരിച്ചില്ല. ആ നിശബ്ദത കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണെന്ന് അവൾക്ക് തോന്നി. വീടിന്റെ വാതിലടച്ചതും അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോകാനായിരുന്നല്ലേ നിന്റെ പ്ലാൻ? എവിടെ പോകാനായിരുന്നു നിനക്ക്? നിന്റെ വീട്ടിലേക്കോ? അവർ നിന്നെ എത്ര ദിവസം നോക്കും? അവൻ അലറി. അന്നത്തെ രാത്രി അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായിരുന്നു. അവൻ അവളെ ക്രൂരമായി മർദ്ദിച്ചു. ഓരോ അടിക്കും ശേഷം അവൻ പറഞ്ഞു, ഇനി നീ എവിടെ പോകും? നിനക്ക് പോകാൻ ഈ ലോകത്ത് ഒരിടവുമില്ല. ഞാൻ തന്നെയാണ് നിന്റെ ലോകം. നിന്റെ രക്ഷയും ശിക്ഷയും ഞാൻ തന്നെ. ആ രാത്രിയോടെ രക്ഷപ്പെടാമെന്നുള്ള അവളുടെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. അവൾക്ക് ഭയമില്ലാതായി. പകരം ഒരുതരം മരവിപ്പ് അവളെ വന്നുമൂടി. ഈ തടവറയിൽ നിന്നും തനിക്കൊരു മോചനമില്ലെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അവസാനത്തെ മർദ്ദനത്തിന് ശേഷം ബോധത്തിനും അബോധത്തിനുമിടയിലുള്ള ഒരു നൂൽപ്പാലത്തിലായിരുന്നു അനുപമ. രാജീവ് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ പോലും ശേഷിയില്ലാതെ അവൾ കിടന്നു. ആ സമയത്ത് അയൽപ്പക്കത്തെ ശാന്ത ടീച്ചർ യാദൃച്ഛികമായി ജനലിലൂടെ അവളുടെ വീർത്ത കവിളും കയ്യിലെ പാടുകളും കണ്ടു. അവർ പലപ്പോഴും കേൾക്കുന്ന അലർച്ചകളുടെ അർത്ഥം ആ നിമിഷം അവർക്ക് പൂർണ്ണമായി മനസ്സിലായി. സമയം പാഴാക്കാതെ അവർ അനുപമയുടെ വീട്ടിലെ പഴയ ലാൻഡ് ലൈൻ നമ്പറിൽ വിളിച്ചു. ഫോൺ എടുത്തത് അനുപമയുടെ അച്ഛൻ രാമചന്ദ്രനായിരുന്നു.
അനുപമയുടെ അച്ഛനാണോ? ഞാൻ അവളുടെ അയൽവാസിയാണ്. മോൾക്ക് തീരെ സുഖമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിവിടെ വരണം. ആ സ്ത്രീയുടെ ശബ്ദത്തിലെ പതർച്ച രാമചന്ദ്രന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. അദ്ദേഹം എത്തുമ്പോൾ വീടിന്റെ മുൻവാതിൽ ചാരിയിരുന്നു. അകത്ത് മകളെ കണ്ടപ്പോൾ ആ അച്ഛന്റെ ഹൃദയം തകർന്നുപോയി. അതൊരു രക്ഷപ്പെടലായിരുന്നില്ല, ഒരു വീണ്ടെടുക്കലായിരുന്നു. മകളെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റുമ്പോൾ അദ്ദേഹം ആരോടെന്നില്ലാതെ പിറുപിറുത്തു. ഇനി ഈ നരകത്തിലേക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ വിടില്ല. സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അമ്മ ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടുമ്പോൾ രാമചന്ദ്രൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലിടിച്ചു. അവൻ എന്റെ കുഞ്ഞിനെ തൊട്ടിരുന്നെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല. നീ പേടിക്കേണ്ട മോളെ, നിനക്ക് ഈ അച്ഛനുണ്ട്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ആശ്വാസത്തിൻ്റെതായിരുന്നു. അവൾ തന്റെ പഴയ മുറിയിൽ സുരക്ഷിതത്വത്തിന്റെ പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അവൾക്ക് സംസാരിക്കണമെന്നുള്ളപ്പോൾ അച്ഛൻ കേട്ടിരുന്നു. അമ്മ ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കി നൽകി. പതിയെ പതിയെ അവളുടെ ശരീരത്തിലെ മുറിവുകൾ കരിഞ്ഞു തുടങ്ങി. എന്നാൽ മനസ്സിലെ മുറിവുകൾ അപ്പോഴും പച്ചയായി തന്നെ നിന്നു. ആ വീട്ടിൽ അനുപമയുടെ സഹോദരൻ സുനിലും ഭാര്യ ജിഷയും ഉണ്ടായിരുന്നു. ജിഷ ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ്. അനുപമയുടെ വരവ് അവർക്ക് തുടക്കം മുതലേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ ആ അതൃപ്തി വ്യക്തമായിരുന്നു. അനുപമ ഹാളിലിരിക്കുമ്പോൾ ജിഷ സുനിലിനോട് പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് അവൾ കേട്ടു. ഇപ്പോൾ തന്നെ മാസച്ചെലവ് ഇരട്ടിയായി. എത്ര നാളത്തേക്കാണ് ഈ വരവ് എന്നറിയില്ലല്ലോ. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മേ, അനു ചേച്ചിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊടുക്ക് എന്ന് പറയുന്നതിൽ പോലും ഒരു പുച്ഛം കലർന്നിരുന്നു. സുനിലിന് പെങ്ങളുടെ അവസ്ഥയിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ അവൻ നിസ്സഹായനായിരുന്നു. അവൾക്ക് വേറെ എവിടെ പോകാനാ ജിഷ? കുറച്ചുകാലം നമ്മളല്ലാതെ ആരുണ്ട് എന്ന് അവൻ ഭാര്യയോട് വാദിക്കുന്നത് അവൾ കേട്ടു. അമ്മയുടെ മനോഭാവത്തിലും മാറ്റം വന്നു തുടങ്ങി. ഏതു കുടുംബത്തിലാ പ്രശ്നമില്ലാത്തത്? ഭർത്താവിനോട് കുറച്ചുകൂടി ക്ഷമിച്ച് അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു എന്ന് അമ്മ ഉപദേശിക്കാൻ തുടങ്ങി. ഓരോ വാക്കും അവളുടെ മുറിവിൽ ഉപ്പു പുരട്ടുന്നതിന് തുല്യമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി. രാമചന്ദ്രന്റെ ആദ്യത്തെ ദേഷ്യവും വാശിയും പതിയെ കെട്ടുതുടങ്ങി. നാട്ടുകാരും ബന്ധുക്കളും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. മരുമകൻ എന്താ വരാത്തത്? അനു എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഉത്തരമുട്ടി. വിവാഹമോചനം നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാണ്. നിന്റെ അനിയത്തിക്ക് ഒരു നല്ല ബന്ധം വരാനിരിക്കുന്നതാ. ഇത് അതിനെയെല്ലാം ബാധിക്കും. ഒരു ദിവസം രാത്രി അദ്ദേഹം മകളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ നിസ്സഹായത അവളെ തളർത്തി. താൻ അഭയം തേടിവന്ന കോട്ടയുടെ മതിലുകൾക്ക് ബലമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം മുതൽ അവൾ ആ വീട്ടിൽ ഒരധികപ്പറ്റാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. ആരുടെയും സഹതാപം വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. പുലർച്ചെ എഴുന്നേറ്റ് വീട്ടുജോലികൾ ചെയ്യാൻ തുടങ്ങി. തുണി കഴുകാനും പാത്രം മോറാനും തുടങ്ങി. അവൾ ഒരു ജോലിക്കാരിയെപ്പോലെ സ്വയം മാറി. ഒഴിവു സമയങ്ങളിൽ അവൾ പഴയ മുറിയിൽ ഒതുങ്ങിക്കൂടി. മേശവലിപ്പിൽ നിന്നും പൊടി പിടിച്ച പഴയ ഡയറി കെട്ടി. അതിന്റെ താളുകൾ മറിക്കുമ്പോൾ ചിറകുകളുണ്ടായിരുന്ന പഴയ അനുപമയെ അവൾ കണ്ടു. കോളേജ് ജീവിതം, കൂട്ടുകാർ, സ്വപ്നങ്ങൾ. ഓരോ വരിയും വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്നത്തെ താനും അന്നത്തെ താനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. താൻ അഭയം തേടിയെത്തിയ സ്വന്തം വീടും തനിക്കൊരു തടവറയായി മാറുകയായിരുന്നു. ഒരു വൈകുന്നേരം ആരും പ്രതീക്ഷിക്കാതെ രാജീവിന്റെ കാർ ആ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങി വന്നത് പഴയ രാജീവായിരുന്നില്ല. മെലിഞ്ഞുണങ്ങി, കണ്ണുകൾ കുഴിഞ്ഞ്, താടി വളർന്ന് ഒരു പാവം മനുഷ്യൻ. അവൻ നേരെ വന്നത് രാമചന്ദ്രന്റെ കാൽക്കലേക്കാണ്. അച്ഛാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ഹാളിലേക്ക് വന്ന അമ്മയുടെയും ജിഷയുടെയും മുന്നിൽ അവൻ കൈകൂപ്പി നിന്നു. ഞാനൊരു മൃഗമാണ്. എന്റെ അനുവിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. ജോലിയിലെ പ്രശ്നങ്ങളും എന്റെ ഈഗോയും കാരണം ഞാൻ ചെയ്തു കൂട്ടിയതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്കവളെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവന്റെ നാടകീയമായ പ്രകടനം എല്ലാവരെയും ഒരു നിമിഷം നിശബ്ദരാക്കി. ഞാനിപ്പോൾ ഒരു കൗൺസിലറെ കാണുന്നുണ്ട്. എനിക്ക് മാറ്റം വരണം. ഞാൻ മാറും. ഒരൊറ്റ അവസരം, ഒരേയൊരു അവസരം എനിക്ക് തരണം. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവളുടെ കണ്ണുനീർ വീഴില്ല. ഇതെന്റെ വാക്കാണ്.
അവൻ രാമചന്ദ്രന്റെ കൈകളിൽ പിടിച്ച് ആണയിട്ടു. അനുപമ മുറിയുടെ മറവിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയുണ്ടായി. അവൾ അനുഭവിച്ച വേദന, ആട്ടിയിറക്കപ്പെട്ട സ്വന്തം വീട്, ഇപ്പോൾ മാപ്പ് ചോദിക്കുന്ന രാജീവ്. അവന്റെ കണ്ണുനീരിൽ എല്ലാവരും അലിഞ്ഞു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. ചെക്കൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഒരവസരം കൊടുത്തൂടെ? അമ്മ അച്ഛനോട് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ഭാരമായി നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ജിഷയുടെ ആ ചോദ്യം ഒരു കൂരമ്പ് പോലെ അനുപമയുടെ നെഞ്ചിൽ തറച്ചു. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എല്ലാവരും അവളെ നോക്കി. രാജീവ് പ്രതീക്ഷയോടെ അവളെ നോക്കി. ഒരു വശത്ത് തന്നെ ആർക്കും വേണ്ടാത്ത സ്വന്തം വീട്, മറുവശത്ത് ഒരുപക്ഷെ മാറിയിരിക്കാമെന്ന് തോന്നുന്ന താൻ ഒരു കാലത്ത് ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ്. ആ നേർത്ത പ്രതീക്ഷയുടെ നൂലിൽ പിടിച്ചു കയറാൻ അവൾ തീരുമാനിച്ചു. ഞാൻ വരാം, അവൾ പറഞ്ഞു. പക്ഷേ ഇതെന്റെ സ്വന്തം തീരുമാനമാണ്, ആരും നിർബന്ധിച്ചിട്ടല്ല. തിരികെ അവന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ മൗനം തളം കെട്ടി നിന്നു. വീട്ടിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ 2 ആഴ്ച ഒരു രണ്ടാം മധുവിധു പോലെയായിരുന്നു. അവൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. സമയത്തിന് ഭക്ഷണം കഴിച്ചു, അവളോടൊപ്പം സിനിമ കണ്ടു, പുറത്തു കൊണ്ടുപോയി. ഒരു വാക്കുകൊണ്ടുപോലും അവളെ നോവിച്ചില്ല. അവൻ മാറിയെന്ന് അനുപമ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങി. തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് അവൾ ആശ്വസിച്ചു. അവളുടെ മുഖത്ത് പഴയ ചിരി പതിയെ വിരിഞ്ഞു തുടങ്ങി. ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം അനുപമ അമ്മയെ ഫോണിൽ വിളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് രാജീവ് കേട്ടു. അവൻ ഫോൺ വെച്ചതും ചോദിച്ചു, എന്തായിരുന്നു അമ്മയും മോളും കൂടി ഇത്ര ചിരിക്കാൻ? ചോദ്യത്തിലെ ചെറിയൊരു സംശയത്തിന്റെ മുന അനുപമ ശ്രദ്ധിച്ചു. ഒന്നുമില്ല, പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാ. എന്റെ കുറ്റം വല്ലതും പറയുന്നുണ്ടായിരുന്നോ? അവന്റെ ശബ്ദം കടുത്തു. ഇല്ല രാജീവ്, അങ്ങനെയൊന്നും. പിന്നെന്തിനാ ഇത്ര ഒളിച്ചുകളി? എന്നെപ്പറ്റി കുറ്റം പറയാനല്ലേ നിനക്ക് നിന്റെ വീട്ടുകാരെ കിട്ടുന്നത്? പഴയ രാജീവ് പതിയെ പുറത്തുവരാൻ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥ തിരിച്ചടി വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അവന്റെ പേഴ്സിൽ നിന്നും ഒരു ബില്ല് താഴെ വീണു. അനുപമ അതെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. അതൊരു ബാറിന്റെ ബില്ലായിരുന്നു. ഓഹോ, അപ്പോൾ എന്റെ പേഴ്സും പരിശോധിക്കാൻ തുടങ്ങിയോ നീ? അവൻ അവളുടെ നേരെ ചീറി. ഞാൻ പരിശോധിച്ചതല്ല, താഴെ വീണപ്പോൾ. അവൾ പറഞ്ഞു തീരും മുൻപ് അവന്റെ കൈ അവളുടെ കവിളിൽ പതിച്ചു. ആദ്യത്തേതിനേക്കാൾ ശക്തിയേറിയ അടി. അവൾ നിലത്തേക്ക് വീണു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവൻ അലറി. നീ എന്നെ ഉപേക്ഷിച്ചു പോയിട്ട് തിരികെ വന്നവളാ. നിന്റെ വീട്ടുകാർക്ക് പോലും നിന്നെ വേണ്ട. ഇനി നിനക്ക് പോകാൻ ഒരിടമില്ല. മനസ്സിലായോടി? ഇനി ഞാനിടുന്ന കൂട്ടിൽ കിടന്നോണം. ശബ്ദിച്ചു പോവരുത്. അവന്റെ വാക്കുകൾ അവളുടെ അവസാനത്തെ പ്രതീക്ഷയുടെ കണികയും കെടുത്തിക്കളഞ്ഞു. ഈ കൂടിനി തകർക്കാനാവില്ല. ഈ തടവറയിൽ കിടന്ന് മരിക്കുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ലെന്ന് അവൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. ഭയം പോയി, പ്രതീക്ഷ പോയി, വേദന മാത്രം അവളുടെ കൂട്ടായി അവശേഷിച്ചു. അനുപമ തിരിച്ചുപോയിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവൾ രഹസ്യമായി അച്ഛനെ വിളിച്ചു. അവളുടെ നേർത്ത ശബ്ദത്തിലെ വിറയൽ കേട്ടപ്പോൾ രാമചന്ദ്രന്റെ നെഞ്ചുപിടഞ്ഞു. രാജീവ് വീണ്ടും പഴയ സ്വഭാവം തുടങ്ങിയെന്നും ഇത്തവണ പീഡനം കൂടുതൽ സൂക്ഷ്മവും ഭയാനകവുമാണെന്നും അവൾ പറഞ്ഞു. എന്നെ തിരികെ അയച്ചത് അച്ഛന്റെ തെറ്റാണെന്ന് അവൻ എപ്പോഴും പറയുന്നു. ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ രാമചന്ദ്രന്റെ ഹൃദയത്തിൽ തറച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് താനാണെന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. പോലീസിൽ പരാതിപ്പെട്ടാൽ രാജീവ് അവളെ കൂടുതൽ ഉപദ്രവിച്ചേക്കാം, അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ നാണക്കേടിൽ മകളുടെ ജീവിതം എന്നേക്കുമായി തകർന്നേക്കാം. നിയമത്തിന്റെ വഴി തനിക്ക് തുണയാവില്ലെന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. നീതിക്കു വേണ്ടി മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. ആ അച്ഛന്റെ ഉള്ളിൽ ഒരു അഗ്നി എരിയാൻ തുടങ്ങി. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ അലഞ്ഞ രാമചന്ദ്രൻ ഒരു ദിവസം വൈകുന്നേരം ടൗണിലെ പഴയ ചായക്കടയിൽ കയറി. അവിടെ വച്ച് അദ്ദേഹം രാജീവിന്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന വർഗീസിനെ കണ്ടു. കുശലാന്വേഷണങ്ങൾക്കിടയിൽ രാമചന്ദ്രൻ വിഷയം രാജീവിലേക്ക് കൊണ്ടുവന്നു. വർഗീസേ, ആ രാജീവ് പണ്ടേ ഇങ്ങനൊരു സ്വഭാവക്കാരനായിരുന്നോ? വർഗീസ് ഒന്നും അടിച്ചു. പിന്നെ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചേട്ടാ,
ഞാൻ എന്തു പറയാനാ? അവൻ ആളൊരു സൈക്കോയാണ്. പണ്ട് മീര എന്നൊരു പെൺകുട്ടിയുമായി അവനൊരു ബന്ധമുണ്ടായിരുന്നു. മിടുക്കിയായ ഒരു കുട്ടി. അവന്റെ ഉപദ്രവം സഹിക്കാതെ ആ കുട്ടി ഒരു രാത്രി സർവ്വതും ഉപേക്ഷിച്ച് നാടുവിട്ടു. അവൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ. മീര! ആ പേര് രാമചന്ദ്രന്റെ മനസ്സിൽ ഒരു വെള്ളിടിയായി പതിഞ്ഞു. ഒരുപക്ഷെ അതൊരു വഴിയുടെ തുടക്കമായിരിക്കാം. പിറ്റേന്ന് തന്നെ രാമചന്ദ്രൻ മീരയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. വർഗീസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് അദ്ദേഹം അവളെ കണ്ടെത്തി. നഗരത്തിൽ നിന്നും മാറി ഒരു പുഴയുടെ ഓരത്ത് പെൺകരുത്ത് എന്ന ബോർഡ് വെച്ച ഒരു കളരി പരിശീലന കേന്ദ്രം. അവിടെ കളരിയും സ്വയം പ്രതിരോധവും അഭ്യസിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് അദ്ദേഹം കണ്ടത്. അവരുടെ നടുവിൽ ശാന്തവും എന്നാൽ ദൃഢവുമായ മുഖഭാവത്തോടെ നിൽക്കുന്ന മീരയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവൾ ഒരു ഇരയായിരുന്നില്ല, അതിജീവിച്ചവളായിരുന്നു. രാജീവിന്റെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം തന്നെപ്പോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു തണലാകാൻ അവൾ പടുത്തുയർത്തിയ സാമ്രാജ്യമായിരുന്നു അത്. രാമചന്ദ്രൻ തന്റെ മകളുടെ കഥ പറയുമ്പോൾ മീരയുടെ കണ്ണുകളിൽ സഹതാപമായിരുന്നില്ല, കനലുകളായിരുന്നു. ഇങ്ങനെയുള്ളവരെ നിയമത്തിന് വിട്ടുകൊടുത്താൽ മാത്രം പോരാ. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു പാഠം പഠിപ്പിക്കണം, മീര പറഞ്ഞു. അന്ന് വൈകുന്നേരം പെൺകരുത്തിന്റെ ഓഫീസിൽ രാമചന്ദ്രനും മീരയും അവളുടെ വിശ്വസ്തരായ 2 പേരും ഒത്തുകൂടി. സൈബർ ലോകത്തെ ഓരോ നീക്കവും കണ്ടെത്താൻ കഴിവുള്ള സാൻഡ്ര, നിയമത്തിന്റെ നൂലാമാലകൾ നന്നായി അറിയാവുന്ന നിയമവിദ്യാർത്ഥിനി ഫാത്തിമ. അതൊരു പ്രതികാരത്തിനുള്ള പദ്ധതിയായിരുന്നില്ല, നീതി നടപ്പാക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു. രാജീവിന്റെ ഏറ്റവും വലിയ ബലഹീനത അവന്റെ ഈഗോയും പണത്തോടുള്ള ആർത്തിയുമാണ്. നമ്മൾ അതിൽ പിടിക്കും, സാൻഡ്ര ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. അവനെ ശാരീരികമായി ഉപദ്രവിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അവന്റെ ആത്മവിശ്വാസം തകർക്കണം. ഓരോ സ്ത്രീയെയും തൊടുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം ജനിക്കണം. മീരയുടെ വാക്കുകൾക്ക് ഒരു യോദ്ധാവിന്റെ മൂർച്ചയുണ്ടായിരുന്നു. അവർ ഓരോ ഘട്ടവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തു. കെണിയൊരുക്കേണ്ട സ്ഥലം, സമയം, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. നിസ്സഹായനായ ഒരച്ഛന്റെ കണ്ണുനീരിന് പ്രതികാരം ചെയ്യാൻ ഒരു പെൺകൂട്ടം ഒരുങ്ങുകയായിരുന്നു. സാൻഡ്രയുടെ സഹായത്തോടെ രാജീവ് ഇപ്പോൾ ഒരു ഭൂമി ഇടപാടിന്റെ പുറകിലാണെന്ന് അവർ കണ്ടെത്തി. അവന്റെ അത്യാഗ്രഹത്തിന് മീര ഒരു കെണിയൊരുക്കി. ഒരു ബിസിനസ്സുകാരിയെന്ന വ്യാജേന അവൾ രാജീവിനെ ഫോണിൽ വിളിച്ചു. താൻ പ്രതിനിധീകരിക്കുന്ന കമ്പനിക്ക് അവൻ വാങ്ങാനുദ്ദേശിക്കുന്ന അതേ സ്ഥലം വേണമെന്നും അതിന് മാർക്കറ്റ് വിലയേക്കാൾ വലിയൊരു തുക നൽകാമെന്നും അവൾ വാഗ്ദാനം ചെയ്തു. പണം കണ്ടപ്പോൾ രാജീവിന്റെ കണ്ണുമഞ്ഞളിച്ചു. ഇടപാട് ഉറപ്പിക്കാനായി നഗരത്തിൽ നിന്നും മാറി ആളൊഴിഞ്ഞ ഒരു പഴയ ഓട്ടു കമ്പനിയിലേക്ക് വരാൻ അവൾ ആവശ്യപ്പെട്ടു. സംശയമൊന്നും തോന്നാതെ രാജീവ് സമ്മതിച്ചു. സന്ധ്യ മയങ്ങുന്ന നേരം രാജീവ് തന്റെ കാറിൽ ആ പഴയ ഓട്ടു കമ്പനിയുടെ മുറ്റത്തെത്തി. പൊടി പിടിച്ച ഗേറ്റ് തുറന്ന് അവൻ അകത്തേക്ക് കടന്നു. അവിടമാകെ ഒരു ശ്മശാനമൂകത തളം കെട്ടി നിന്നിരുന്നു. അവൻ അകത്തെ വലിയ ഹാളിലേക്ക് കടന്നതും പുറകിൽ ഒരു വലിയ ശബ്ദത്തോടെ ഇരുമ്പുവാതിൽ അടഞ്ഞു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. ഹാളിലെ ഇരുണ്ട മൂലകളിൽ നിന്നും 4 സ്ത്രീരൂപങ്ങൾ നിഴലുകൾ പോലെ മുന്നോട്ട് വന്നു. മുന്നിൽ താൻ പണ്ട് ഉപദ്രവിച്ച് ഉപേക്ഷിച്ച മീര. അവളുടെ കണ്ണുകളിലെ തീഷ്ണത അവനെ ഭയപ്പെടുത്തി. അവളുടെ ഇരുവശത്തുമായി ഫാത്തിമയും സാൻഡ്രയും. അവർക്ക് പിന്നിലായി ഒരു വാക്കുപോലും മിണ്ടാതെ മലപോലെ ഉറച്ചു നിൽക്കുന്ന മറ്റൊരു സ്ത്രീ ഗ്രേസി. അനുപമ അവിടെയുണ്ടായിരുന്നില്ല. ഇത് അവൾക്കു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഓർമ്മയുണ്ടോ എന്നെ, രാജീവ്? മീരയുടെ ശാന്തമായ ചോദ്യം ആ ഹാളിൽ മുഴങ്ങി. രാജീവ് ഒരു നിമിഷം പതറി. പിന്നെ ധൈര്യം സംഭരിച്ച് അലറി, ആരാടി നീയൊക്കെ? വഴിയിൽ നിന്ന് മാറ്. അവൻ മീരയുടെ നേരെ പാഞ്ഞെടുത്തതും ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ഗ്രേസി അവന്റെ കയ്യിൽ പിടിച്ചു പുറകിലേക്ക് തിരിച്ചു. ഒരു ഞരക്കം പോലും പുറത്തുവരാൻ കഴിയാത്ത വിധം അവന്റെ ശരീരം വേദനയിൽ പുളഞ്ഞു. അതൊരു സാധാരണ തല്ലായിരുന്നില്ല. അവനെ പൂർണ്ണമായും നിസ്സഹായനാക്കിയ ശേഷം അവർ അവനെ നടുക്ക് നിർത്തി. ഇത് നിനക്കുള്ള ശിക്ഷയല്ല, ഒരു പാഠമാണ്, ഫാത്തിമ പറഞ്ഞു. ഇനി നീ ഏതൊരു സ്ത്രീയുടെ നേർക്ക് കയ്യോങ്ങുമ്പോഴും ഞങ്ങളുടെ ഈ മുഖങ്ങൾ നിന്റെ ഓർമ്മയിൽ വരണം. സാൻഡ്രയുടെ വാക്കുകൾ ഒരു താക്കീത് പോലെയായിരുന്നു. മീര അവന്റെ മുഖത്തേക്ക് കുനിഞ്ഞുനിന്ന് പറഞ്ഞു, അനുപമ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് ഒരു സ്ത്രീയും ഒറ്റയ്ക്കല്ല. ഉപദ്രവിക്കപ്പെടുന്ന ഓരോ പെണ്ണിനും വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. രാജീവിന്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു ഭാവം നിറഞ്ഞു, ഭയം. അവന്റെ പുരുഷാഹങ്കാരം ആ 4 സ്ത്രീകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞിരുന്നു.
ആ നിമിഷം സാൻഡ്ര തന്റെ ഫോൺ ഉയർത്തി അവന്റെ ഭയന്നുവിറച്ച മുഖം വീഡിയോയിൽ പകർത്തി. ഇതൊരു ബ്ലാക്ക്മെയിൽ അല്ല, ഇതൊരു ഇൻഷുറൻസ് പോളിസിയാണ്, മീര ശാന്തമായി പറഞ്ഞു. ഇനി അനുപമയുടെ ശരീരത്തിൽ ഒരു പാട് വീണാൽ, അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നാൽ ഈ വീഡിയോ ലോകം കാണും. നീ അനുപമയുടെ ഭർത്താവായി ജീവിച്ചോ, പക്ഷേ അവളെ ബഹുമാനിക്കാൻ പഠിക്കണം. അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം തിരികെ കൊടുക്കണം. വാക്ക് പാലിച്ചില്ലെങ്കിൽ. വാചകം പൂർത്തിയാക്കാതെ അവർ അവനെ ആ ഇരുട്ടിൽ തനിച്ചാക്കി പുറത്തേക്ക് നടന്നു. അപമാനവും ഭയവും കൊണ്ട് തകർന്നടിഞ്ഞ് രാജീവ് ആ തണുത്ത തറയിലിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അടിച്ചു തീർന്നിട്ടേയുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ രാത്രി രാജീവ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പരാജിതനെ പോലെയായിരുന്നു. ശാരീരികമായ വേദനയേക്കാൾ അവന്റെ ആത്മാവിനേറ്റ മുറിവായിരുന്നു വലുത്. താൻ നിസ്സാരമായി കണ്ടിരുന്ന ഒരു സ്ത്രീ, താൻ ഉപേക്ഷിച്ചു പോയ മുൻകാമുകി, തന്നെക്കാൾ ശക്തയാണെന്ന തിരിച്ചറിവ് അവന്റെ പുരുഷാഹങ്കാരത്തെ തകർത്തു. അതിലുപരി അനുപമയുടെ അച്ഛൻ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന അറിവ് അവനെ ഞെട്ടിച്ചു. താൻ ഒറ്റയ്ക്കാണെന്നും തന്റെ ചെയ്തികൾക്ക് സാക്ഷികളുണ്ടെന്നും ഇനിയും പഴയതുപോലെ തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്നും അവൻ ആദ്യമായി ഭയന്നു. അവൻ മുറിയിൽ കയറി വാതിലടച്ചു. അനുപമ ഭയത്തോടെ അവനെ നോക്കി. എന്നാൽ പതിവിന് വിപരീതമായി അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. അവന്റെ കണ്ണുകളിൽ ക്രോധമായിരുന്നില്ല, അപമാനവും ഭയവുമായിരുന്നു നിഴലിച്ചിരുന്നത്. കാലം മാറിയെന്നും സ്ത്രീകളെ വെറും ഉപഭോഗവസ്തുക്കളായി കണ്ട് അടിച്ചമർത്താൻ ഇനിയുള്ള കാലം കഴിയില്ലെന്നും അവൻ പതിയെ തിരിച്ചറിയുകയായിരുന്നു. ആ രാത്രി രാജീവ് എന്ന പുരുഷാധിപത്യത്തിന്റെ പ്രതീകം ഉള്ളിൽ കിടന്ന് മരിക്കുകയായിരുന്നു. അധ്യായം 30. ഭയത്തിന്റെ വിടവാങ്ങൽ. പിറ്റേന്ന് രാവിലെ രാമചന്ദ്രൻ അനുപമയെ വിളിച്ചു. അദ്ദേഹം നടന്ന സംഭവങ്ങൾ പൂർണ്ണമായി പറഞ്ഞില്ല, പക്ഷേ സൂചനകൾ നൽകി. മോളെ, ഇനി അവൻ നിന്നെ ഉപദ്രവിക്കില്ല. നിനക്ക് നിന്റെ ജീവിതം തിരികെ ലഭിച്ചിരിക്കുന്നു. ഇനി ഭയപ്പെടരുത്. അച്ഛന്റെ വാക്കുകൾ അവൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്കുറപ്പായിരുന്നു. രാജീവിന്റെ പെരുമാറ്റത്തിലെ മാറ്റം അത് ശരിവച്ചു. അവൻ അവളോട് സംസാരിക്കാൻ മടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയന്നു. ആ തിരിച്ചറിവ് അനുപമയിൽ ഒരു പുതിയ ഊർജം നിറച്ചു. വർഷങ്ങളായി അവളെ ഭരിച്ചിരുന്ന ഭയം പതുക്കെ പടിയിറങ്ങിപ്പോകുന്നത് അവൾ അറിഞ്ഞു. അന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നതിനിടയിൽ അവൻ ടിവിയുടെ ശബ്ദം കൂട്ടിയപ്പോൾ അവൾ ശാന്തമായി പറഞ്ഞു, രാജീവ്, എനിക്ക് തലവേദനിക്കുന്നു. ദയവായി ശബ്ദം കുറയ്ക്കുമോ? അവൻ ഞെട്ടി അവളെ നോക്കി. പഴയ രാജീവായിരുന്നെങ്കിൽ അതൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അവൻ ഒന്നും മിണ്ടാതെ റിമോട്ടെടുത്ത് ശബ്ദം കുറച്ചു. ആ നിമിഷം ആ വീടിന്റെ അധികാരം അവളുടെ കൈകളിലേക്ക് വരുന്നത് അവൾ അറിഞ്ഞു. അവളുടെ ശബ്ദം തിരികെ വന്നിരിക്കുന്നു. അനുപമയുടെ ഉള്ളിലെ പഴയ ചിത്രശലഭം വീണ്ടും ചിറകടിക്കാൻ തുടങ്ങി. അവൾ തന്റെ പഴയ സർട്ടിഫിക്കറ്റുകൾ പൊടി തട്ടിയെടുത്തു. മുടങ്ങിവെച്ച MA പഠനം പൂർത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ രാജീവിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ എതിർത്തൊന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പഴയ കൂട്ടുകാരി ലക്ഷ്മിയെ വിളിച്ച് സംസാരിച്ചു. രാജീവ് ഒന്നും തടഞ്ഞില്ല. അവന്റെ മൗനസമ്മതം അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. അവൾ ഒരു ഓൺലൈൻ കോഴ്സിന് ചേർന്നു. പഠനത്തിന്റെ ലോകത്തേക്ക് വീണ്ടും പ്രവേശിച്ചു. ഓരോ ദിവസവും അവൾ കൂടുതൽ ശക്തയായി, സ്വതന്ത്രയായി. ഈ കഥ അവർ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത അവസാനമായിരിക്കും. അവരുടെ ജീവിതം ഒരു പുതിയ തുടക്കത്തിലായിരുന്നു. രാജീവ് പൂർണ്ണമായി മാറിയിരുന്നില്ല. അവന്റെ ഉള്ളിലെ വിഷം അപ്പോഴും അവിടെയുണ്ടായിരുന്നു. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ അവൻ പഠിച്ചു. അവൻ അനുപമയോട് ക്ഷമ ചോദിച്ചില്ല, പക്ഷേ അവന്റെ പ്രവൃത്തികളിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. അനുപമ അവനോട് പൂർണ്ണമായി ക്ഷമിച്ചിരുന്നില്ല. അവൾ അനുഭവിച്ച വേദനകൾ ഒരു മുറിപ്പാടായി അവളുടെ മനസ്സിൽ അവശേഷിച്ചു. പക്ഷേ അവൾ അവന് ഒരവസരം കൂടി നൽകി. കാരണം ഇപ്പോൾ അവൾക്കവനെ ഭയമില്ലായിരുന്നു. ഈ ബന്ധത്തിന്റെ നിയന്ത്രണം അവളുടെ കൈകളിലായിരുന്നു. അവരുടെ ബന്ധം ഒരു പുനർനിർമ്മാണത്തിലായിരുന്നു. സ്നേഹത്തെക്കാളുപരി അവർക്കിടയിൽ ബഹുമാനം വളരാൻ തുടങ്ങി. അനുപമയുടെ ചിറകുകൾക്ക് ഇപ്പോൾ പൂർണ്ണ ശക്തിയുണ്ടായിരുന്നു. ഏതു കൊടുങ്കാറ്റിലും തളരാതെ പറന്നുയരാൻ അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ വീടിന്റെ ജനലുകൾ അവൾ തുറന്നിട്ടു. പുറത്തുനിന്നുള്ള കാറ്റും വെളിച്ചവും അകത്തേക്ക് കടന്നുവന്നു. അതൊരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമായിരുന്നു.